ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചാത്തൻകുണ്ടൂരം താലപ്പൊലിയാണ് കേട്ടോ. ചാത്തൻകുണ്ടൂരം താലപ്പൊലി എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങളുടെ ഒരു ദേശോത്സവമാണ്. ദേശോത്സവം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ആഘോഷം ഇതാണ്. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് മനോഹരമായ ഉത്സവങ്ങളിൽ ഒന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ പൂരം താലപ്പൊലി എന്നാണ് പറയാൽ. താലപ്പൊലിയായിട്ട് തോന്നിയതാണ്. കാരണം അത്രയും ജനം പ്രശസ്തി നേടിയ ഒരു ഇതാണ് ചാത്തൻകുണ്ടൂരം. കാരണം എല്ലാ പൂരങ്ങൾക്കും ശേഷം ഏറ്റവും ഒടുവിലുള്ള പൂരമാണ് എല്ലാ പൂരങ്ങളും. തൃശ്ശൂർ പൂരമായാലും എല്ലാ വലിയ വലിയ പൂരങ്ങളൊക്കെ ശേഷം അവസാനത്തെ ഒരു പൂരമാണ് ചാത്തൻകുണ്ടൂർ പൂരം എന്നാണ് പറയൽ കേൾക്കൽ. ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ എവിടെയെങ്കിലും പൂരം ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാം. പിന്നെ ഞാൻ ഈ പോകുന്ന ഭാഗം എന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ നാടാണ് കേട്ടോ. ഞങ്ങൾ സ്വന്തം 28ആണ്. അപ്പോൾ നമ്മൾ 28ൽ കുറച്ച് കാഴ്ചകളാണ്. പിന്നെ റോഡ് സൈഡിലെ കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത്. അല്ല വലുതായിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ പോയി ചെറുകോട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാത്തൻകുണ്ടൂരത്തേക്ക് പോകുന്നത്. ഈ ചാത്തൻകുണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകോട്ടിൽ നിന്ന് മഞ്ചേരി പേലയപ്പുറം വഴി നമ്മളെ എളങ്കൂർ മഞ്ചേരി പറയുമ്പോൾ തന്നെ മഞ്ചേരി പറമ്പത് കഴിഞ്ഞിട്ടാണ് ചാത്തൻകുണ്ടൂർ സ്ഥലം വരുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളോട്ട് പോരണം ചാത്തൻകുണ്ടൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ച വിവരങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. കാരണം ഇതിന് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കിടിലം കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ വൈകി പോയിട്ടോ. ഏട്ടൻ കുറേ മുന്നേ പറയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചെറിയ ആൾ ചാരും ഉറങ്ങിയായിരുന്നു, വലിയ ആൾ ഉറങ്ങിയായിരുന്നു. അപ്പോൾ അവരെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം എത്തുന്ന പറഞ്ഞാൽ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. അതൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയ ആളുകൾ പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് താലപ്പൊലി പറമ്പിലേക്ക് പോകുന്നവരുണ്ട് കേട്ടോ. നമ്മൾ അവിടുത്തെ ചെറിയൊരു കാഴ്ചയാണ് കണ്ടല്ലോ, തിക്കും തിരക്കും. ഞാനിവിടെ കണ്ടതിൽ വെച്ച് എല്ലാ പൂരങ്ങളിലും, കാരണം നമുക്കുള്ള പൂരം നമ്മുടെ ദേശോത്സവത്തിൽ എല്ലാ ദേശത്തെ ആളുകൾ കൂടിയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ അവിടെ ഉള്ള ആൾക്കാർക്കാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയുക. നമ്മൾ കുറച്ച് ഇവിടുന്ന് ചെറുകോടാണ് നമ്മൾ. എന്നാലും ഇവിടെ ചെറുകോടൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു പഞ്ചായത്ത് മൊത്തം ആളുകാരുണ്ടാവും കേട്ടോ. നിങ്ങൾ പറയുന്ന പോരൂർ പഞ്ചായത്തുകാരാണ്. പഞ്ചായത്തിലുള്ളവർ മൊത്തം വരും. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരെന്നുള്ളൊരിതാണ് ഈ ഒരു കാണാം. നിങ്ങൾക്ക് കാണാം, പല ആൾക്കാരും പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇത്രയും തിരക്കാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആഘോഷം എന്ന് പറഞ്ഞാൽ 4 ദേശത്ത് വരുന്ന ആളുകളുടെ തമ്മിലുള്ള മത്സരങ്ങളായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ കണ്ടത് 4 ഭാഗത്തു നിന്ന് ഇങ്ങനെ ഡ്രംസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടി ഇങ്ങനെ വരുന്നവർ ഇതാണ്. പിന്നെ ആ താലപ്പൊലിപ്പറമ്പിൽ അതിൻ്റെ ഇതുണ്ട്, ചെണ്ട കൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രംസൊക്കെ വായിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ കാഴ്ചയിലിടാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന് ഓപ്ഷൻ നിൽക്കുക. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ നമ്മൾ താലപ്പൊലിയിൽ ജനത്തിരക്കടി കാണുന്നത്. ഞാൻ ഉള്ളോട്ട് ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എത്തിപ്പെടുമെന്ന് എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. എന്നാലും നോക്കാം നമുക്ക്. ആ ഒരു കൊട്ടൽ കേട്ടപ്പോൾ ഞാൻ എന്തായാലും അവിടേക്ക് എത്തണമെന്നൊരു വാശി, അത് കാണണമെന്ന് വാശി. അത്രയും ജനത്തിരക്കാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ നോക്കിയിട്ടോ. കണ്ടില്ലേ, നമ്മളെ ദേശത്തിൻ്റെ ശക്തിയാണത്. അപ്പോൾ ചാരുവിനടുത്തുണ്ട്, ശ്രീകോടിനടുത്തുണ്ട്, ഞാനും പാറുവാണ്. ഏകദേശം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്ന് നീങ്ങി അവിടേക്ക്. ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഇവരുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ കുട്ടികളും താങ്ക് യു ഫോർ വാച്ചിങ്.